ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു കൗ ഫാം ആയിട്ടാണ്. കൗ ഫാം എന്ന് പറയുന്നില്ല, ബീഫ് കാര്യം മെയിനായിട്ട് നമുക്ക് മീറ്റാണ് ആവശ്യം. അപ്പോൾ നമ്മളതിനൊരു ബേസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ 3 ബ്ലോക്ക് നീളവും 6 ബ്ലോക്ക് വീതിയും, അതാണ് നമ്മളെ കണക്ക്. ഉയരം നമുക്ക് ഒരു 7 ബ്ലോക്ക് 6 ബ്ലോക്ക് ഉണ്ടാവും ഉയരം. അപ്പോൾ ആദ്യം നമ്മൾ ബേസ് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്കിന് ഒരു ബ്ലോക്ക് കുഴിക്കണം. ഒരു ബ്ലോക്ക് നമ്മൾ ആഴത്തിൽ കുഴിക്കണം. എന്നിട്ട് സ്റ്റോൺ വെച്ചിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെ വെച്ചാൽ ഒരു 16 ഗ്ലാസ് ബ്ലോക്ക് വേണം, ഗ്ലാസ് വേണം. പിന്നെ ഒരു കുറച്ച് സാധാ റോക്ക് മതി, അതായത് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 4 ചെസ്റ്റ്, 4 ഡ്രോപ്പർ, 4 ചെയിന്, പിന്നെ കുറച്ച് സ്റ്റെപ്പും വേണം. പിന്നെ ട്രാപ്പ് ഡോറാണ് മെയിൻ. ഒരു 8 ട്രാപ്പ് ഡോറെങ്കിലും നമുക്ക് വേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയ സാധനങ്ങളാണ്. ഏറിപ്പോയാൽ കുറച്ച് അയണിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ ഫുള്ള് വുഡ് വെച്ചിട്ട് ഉണ്ടാക്കാം. ഇത് പണി കുറച്ചും കൂടി എളുപ്പമാക്കാനാണ്. നമ്മളിപ്പോൾ ഒരു പശുവിൻ്റെ കൂട്ട് കയറി നിന്നിട്ട് അതിനെ കൊല്ലുമ്പോൾ, അതിനെ ബ്രീഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാം കൂടി നമ്മൾ മുന്നിൽ നിൽക്കും. അപ്പോൾ നമുക്ക് ബ്രീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ട് വേസ്റ്റായി പോകും ഫുഡ്. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാത്. ഫസ്റ്റ് തന്നെ നമ്മൾ 2 ലെയർ സ്റ്റോൺ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് വെക്കും. ഒരു 4 ചെസ്റ്റ് പെട്ടി 4 മുന്നിൽ വെച്ചിട്ട് ഫസ്റ്റ് 2 വീതം വെക്കും. അതായത് ഒരു 4 വെക്കും. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ ഹോപ്പർ വെക്കും. അപ്പോൾ ഹോപ്പർ 2 വീതം ആ ചെസ്റ്റിന് കണക്കാക്കി വെക്കും. അപ്പോൾ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മീറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഗതി താഴെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതാണ് പണി വരുന്നത്. ഇത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഫെയിലായിപ്പോവും. അപ്പോൾ അടുത്തത് നമ്മളെ ട്രാപ്പ് ഡോറിൻ്റെ പണിയാണ്. ട്രാപ്പ് ഡോർ ആദ്യം നമ്മൾ നമ്മുടെ ചെസ്റ്റിൻ്റെ മുകളിൽ വെക്കണം. ചെസ്റ്റിൻ്റെ മുകളിൽ താഴ്ത്തി വെക്കരുത്, പൊന്തിച്ച് വെക്കണം. അതിനാണ് 2 ബ്ലോക്ക് നമ്മൾ ഉയരത്തിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെക്കുമ്പോൾ നോക്കി വെക്കണം, കാരണം ഒരേ ലെവലിൽ വെച്ച് പോകണം. സൈഡിൽ നിന്ന് മാറിപ്പോയി വെച്ച് കഴിഞ്ഞാൽ അത് അലമ്പാവും. നമ്മൾ ഡോറ് തുറക്കുമ്പോഴൊക്കെ ഇറങ്ങിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പോകാൻ കഴിയാത്ത കൊലത്തിൽ ബ്ലോക്കായിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ബാക്കി 4 കൂടി ഉണ്ട്. അപ്പോൾ അതിനൊരു ബ്ലോക്കും കൂടി നമ്മൾ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 4 നമുക്ക് കൊടുക്കാനുള്ളൂ. അപ്പോൾ കോബിൾ സ്റ്റോൺ എന്നാണ് ഇതിൻ്റെ പേര്. കാരണം ഇതിന് കുറച്ചും കൂടി ഉറപ്പുണ്ടാവും, പെട്ടെന്നൊന്നും പൊട്ടത്തില്ല. ഒരു ക്രീപ്പറൊക്കെ വന്ന് പൊട്ടിയാലും ഏറിപ്പോയ ഒരു 2 പൊട്ടിയാലായി, അത് നിൽക്കുന്ന സ്ഥലത്ത് മാത്രം. അപ്പോൾ ഇത്ര താത്തി വെക്കരുത്, മറ്റേ അതേ ലെവലിൽ വെക്കരുത്. അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലെവലിൽ വെക്കണം. കാരണം അതിൻ്റെ മുകളിൽ ഇത് നിങ്ങൾക്ക് നിൽക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഹോപ്പറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, എന്തെങ്കിലും സാധനം അതിന്മേൽ വീണാലോ അതിൻ്റെ തൊട്ടടുത്തുണ്ടെങ്കിലോ അത് അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കും. അതായത് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ പണിയാണ്. പുറത്തിറങ്ങണമെങ്കിൽ പൊട്ടിക്കേണ്ടി വരും, അല്ലാതെ കയറാൻ കഴിയില്ല. ട്രാപ്പ് പോലെ ആയിരിക്കും, ഫുള്ളും കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ചങ്ങല വെക്കാനും കൂടി ഉള്ളൂ. അത് പിന്നെ നിർബന്ധമില്ലാത്തതാണ്. പക്ഷേ അത് ഇല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, ഒക്കെ കൂടി മിക്സായി പോകും, വലുതും ചെറുതും കൂടി. അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഇവിടെ ഗ്ലാസ് വെച്ച് ഫില്ല് ചെയ്യണം, കാരണം അത് വേറെ തന്നെയാണ്. ഈ താഴെയുള്ളത് നമുക്ക് കൊല്ലാനുള്ള സ്ഥലം, അതായത് അറ്റാക്ക് ചെയ്യാനുള്ള. അപ്പോൾ അത് മൂടി പോകാതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് വെക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ സ്റ്റോൺ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. സ്റ്റോണ് ഇനി ഒരു ലെയറും കൂടി വെക്കണം. പക്ഷേ എൻ്റെ സ്റ്റോണ് തീർന്നിരിക്കുന്നു. അപ്പോൾ സ്റ്റോൺ ഇനി മൈൻ ചെയ്യണം. മൈൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ബ്ലാക്ക് സ്റ്റോൺ യൂസ് ചെയ്യുന്നതിനുകൊണ്ട് അതന്നെ യൂസ് ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. കാരണം ഇട വെച്ചിട്ടൊരു കളറ് മാറിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമാവും. ഞാൻ ബെഡ് എടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ വരുമ്പോൾ എന്തായാലും നൈറ്റ് ആവും. അപ്പോൾ സൂംബീസ് ഞാൻ അതിൻ്റെ ഇടയിൽ കയറി വന്ന് ചോറായി ചത്തിട്ട് പിന്നെ റീസ്പോണായി. വെറുതെ ടൈം വേസ്റ്റ് ആവും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നൈറ്റിൽ ബെഡ് വെച്ച് കിടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നേരെ നമ്മൾ താഴോട്ട് കുഴിച്ചു പോയി. പിന്നെ ഇടയിൽ എന്തെങ്കിലും ടണലൊക്കെ വീണ് കഴിഞ്ഞാൽ പടാവും. അപ്പോൾ അതിനെ കൊണ്ട് ടോർച്ച് വെച്ചിട്ടാണ് പോകുന്നത്. നേരെ താഴത്തോട്ട് കുഴിച്ചു പോകുമ്പോൾ ആരും സിംഗിളായിട്ട് കുഴിക്കരുത്. 2 ബ്ലോക്ക് വീതം കുഴിക്കണം. കാരണം അഥവാ സിംഗിളായിട്ട് കുഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വീണ് ഡെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ താഴെ പോയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട് സ്റ്റോണ്. അപ്പോഴാണ് മുകളിൽ നൈറ്റ് ആയിരിക്കുന്നു മനസ്സിലായത്. അപ്പോൾ അത് വെച്ച് നമ്മൾ കിടന്ന് ഇപ്പോൾ പിറ്റേ ദിവസം അയക്കുന്നത് നമ്മൾ പണിയൊക്കെ കഴിച്ച് ആ സ്റ്റോൺ വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്നു. അത്രേ ഉള്ളൂ പണി. പിന്നെ ഒരു 4 പശുവിനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇടാം. അത്രേ ഉള്ളൂ. ഇനി നമ്മളിതിൽ ബ്രീഡ് ചെയ്യുമ്പോൾ ഇതുങ്ങൾ താഴത്തോട്ട് വെക്കും. ഞാൻ കാണിച്ചു തരാം. മറ്റേത് ക്രിയേറ്റീവ് എന്നാണ് ഇതിന് നമ്മൾ ചെയ്തിട്ടുള്ളത്. ക്രിയേറ്റീവ് എന്ന് പറയാനിട്ടില്ല, വേറെ വേൾഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബേസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ മറ്റ് വീഡിയോകളിലൊക്കെ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന കണ്ടില്ലേ, ഞാൻ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടികൾ താഴെ ഇവിടെ വന്ന് ഐറ്റിങ്ങൾക്ക് താഴേക്ക് വീകാൻ കഴിയില്ല. അവിടെ ട്രാപ്പായി എടുക്കുന്ന പോലെ ട്രാപ്പ് ടോർമിൽ. അപ്പോൾ അത് വലുതായിക്കുന്നു ഇപ്പോൾ ഏകദേശം. അപ്പോൾ ഇനി ലിവർ വെക്കുന്ന പരിപാടിയും കൂടി ഉണ്ട്. ബാക്കിൽ നമ്മൾ ലിവർ വെച്ച് കഴിഞ്ഞാൽ ആ ട്രാപ്പ് ഡോർ ഇതായിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ അത് തുറക്കാൻ നമ്മൾ ഇനി കഷ്ടപ്പെടേണ്ട. അവിടെ ലിവർ വലിച്ചു കഴിഞ്ഞാൽ തുറക്കും. അപ്പോൾ വലിപ്പം വെച്ച കുട്ടികളൊക്കെ താഴേക്ക് വീകും. അപ്പോൾ ഇനി ഇത് ലെതറിനും മീറ്റിനൊന്നും നമ്മൾ ബുദ്ധിമുട്ടണ്ട. കാരണം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ തട്ടിയാൽ മതി. പിന്നെ തട്ടിക്കഴിഞ്ഞാൽ അത് ലിവർ ഓഫാക്കാം, അതായത് പൂട്ടാം. ട്രാപ്പ് ഡോർ പൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബ്രീഡ് ഉണ്ടാക്കാം മുകളിൽ കയറിയിട്ട്. അപ്പോൾ വീണ്ടും കുട്ടികൾ താഴത്തോട്ട് വെക്കും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകുന്ന പ്രോസസ്സാണ്. നമുക്ക് എത്ര വേണമെങ്കിൽ അത്രയും ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ മുകളിലുള്ള 4 എണ്ണത്തിനെ കൊല്ലാതെ നമുക്ക് എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാം. കാരണം കുട്ടികൾ വലുതാവുന്ന ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ബ്രീഡ് ഉണ്ടാക്കാൻ പറ്റും, കുറേ ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ബ്രീഡ് ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നെല്ലെടുത്തിട്ട് നമ്മൾ മുകളിൽ കയറും. മുകളിൽ കയറുമ്പോൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. രക്ഷപ്പെടാൻ കഴിയായി ഒന്നുമില്ല. പക്ഷെ നമ്മളിത് പൊട്ടിച്ചിട്ട് വേണ്ടി ഒരു പുറത്തിറങ്ങാൻ. കാരണം ട്രാപ്പ് ഡോറൊക്കെ ഉള്ളതാണ്. പൊളിക്കാതെ നമുക്ക് വൃത്തിക്ക് കയറി വരാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ബ്രീഡ് ചെയ്തപ്പോൾ 2 കുട്ടികൾ, അതായത് 4 എണ്ണത്തിൽ 2 എണ്ണം കിട്ടുള്ളൂ. അപ്പോൾ 2 എണ്ണം താഴെ ഇതേമാതിരി കിടക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വലുതാവും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ഇതേമാതിരി കുട്ടികൾ ബ്രീഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതൊക്കെ ഫുഡാണ് നമ്മളെ. എന്നിട്ട് പിന്നെ ഇതെടുത്തിട്ട് വേണം നമ്മൾ പോയി വേവിക്കാൻ. അപ്പോൾ വേവിക്കുന്ന സെറ്റപ്പ് കിട്ടിയിട്ടില്ല. കിട്ടാണ് ഞാൻ പറയേണ്ടത്. കാരണം ഇത് കൊല്ലുന്നതിൻ്റെ കൂടെ വേവിച്ചിട്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പണി എളുപ്പമായിരുന്നു നമുക്ക്. താഴെ ബോൺഫയർ വെച്ചാൽ മതി തോന്നുന്നു. ബോൺഫയറല്ല, ക്യാമ്പ് ഫയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്തിച്ചിട്ട് ചാവുമ്പോൾ വേവിച്ച ഫുഡാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കട്ടെ. കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളതൊരു പുതിയ ചാനലാണ്.
ഏകദേശം എല്ലാ ഗെയിമിൻ്റെ ഇടുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മൈൻക്രാഫ്റ്റാണ്. കാരണം മറ്റേതൊന്നും കണ്ടൻറ്റ് എന്ന് പറയാനില്ല. കാരണം മറ്റുള്ളതിലെ കണ്ടൻറ്റൊന്നും ആയിരിക്കും താല്പര്യം ഉണ്ടാവില്ല. കാരണം FFലൊക്കെ ആണെങ്കിൽ അപ്ഡേറ്റ് മാത്രം എല്ലാവർക്കും അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ പിന്നെ ലൈവ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.